അപ്പോൾ മക്കളെ, ഞാനിപ്പോൾ എവിടെ ഉള്ളത് നിങ്ങൾക്കറിയോ? ഞാനിതാ നമ്മളെ ദ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു കട ഉണ്ട് കേട്ടോ. അത് കുന്നുപുറം റോഡിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ കുന്നുപുറത്ത് നിന്നും വേങ്ങര റോഡിൽ കയറിയിട്ട് കഴുകഞ്ചിന ഭാഗത്തേക്ക് കയറി വരിക. അടിവാരം കയറ്റം കയറി കഴിഞ്ഞാൽ കഴുകഞ്ചിന. വേങ്ങര ഭാഗത്ത് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ സിനിമാ ഹാളിന്റെ റോഡിന് കയറിയിട്ട് ചേറൂർ പോണ അതേ റൂട്ടിൽ വന്നിട്ട് കഴുകഞ്ചിന എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമ്മുടെ കട കാണാൻ പറ്റും. ദ ഫ്ലവേഴ്സിൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അനേകം സാധനങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ രണ്ട് വിധവകൾ, അതായത് രണ്ട് സ്ത്രീകൾ, അവരുടെ കൈകളാൽ കല്ല് പെറുക്കി നെല്ല് മാറ്റി കഴുകി ഉണക്കി അതിലേക്കുള്ള ചേരുവകളെല്ലാം ചേർത്ത് പൊടിച്ചെടുത്ത നല്ല അടിപൊളി നല്ല പൊടികൾ, ഈന്തുംപൊടി, മസാല, മല്ലി, മുളക് പൊടി എല്ലാം ഉണ്ട്. കൂടാതെ തന്നെ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ കേട്ടോ. തേന, മുത്താറി, അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും ഇതുപോലെ ഈ ഒരു ഇതിലാക്കി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് അതെടുത്തിട്ട് തൂക്കി നോക്കാവുന്നതാണ്. പിന്നെ ഇതാ ഓരോ നട്ട്സുകളും എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്ത് പറയാൻ പറ്റിയ എല്ലാ സ്വീറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ പംകിൻ, പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവറിൻ്റെ വിത്ത്, എല്ലാ സാധനങ്ങളും, മുരിങ്ങയില ഉണക്കി പൊടിച്ചത്, അതുപോലെ തന്നെ കറിവേപ്പില ഉണക്കിയത്, അച്ചാറ്, പലതരം ഐറ്റംസ് അച്ചാറുകളും ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, മുരിങ്ങയില അതൊക്കെ പൊടിച്ചതാണ് കേട്ടോ താഴെ കാണുന്നത്. കൂടാതെ നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മുന്നിലേക്ക് കഴിയുന്നതിനനുസരിച്ച് വെക്കാനുള്ളതാണ്. അവരുടെ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് അവർ അടുത്തടുത്ത് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് തരത്തിലാണോ പൊടി വേണ്ടത് ആ തരത്തിൽ നമ്മൾ അവിടെ പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് അവർ പെട്ടെന്ന് നമുക്ക് പൊടിച്ച് റെഡിയാക്കി തരും കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ, മല്ലി, മുളക് സാധനങ്ങളൊക്കെ ഉണക്കുന്ന മെഷീനാണ് കേട്ടോ. ഇതാണ് നമ്മളെ മല്ലി പൊടിക്കുന്ന മെഷീൻ കേട്ടോ. പിന്നെ അവിടെ കയറി വരുന്നവർക്ക് കുടിക്കാനായിട്ട് ഫ്രൂട്ട് വെള്ളമുണ്ട് കേട്ടോ. മധുരമൊന്നും ഇട്ടിട്ടില്ല. ഓരോ ദിവസവും ഓരോരോ ഫ്രൂട്ടാണ് ഇതിലിടുന്നത്. അപ്പോൾ മോള് കുടിച്ചിട്ട് പറയണം, ഉമ്മ കുടിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാനും കുടിച്ചിട്ടോ. അപ്പം ഇന്നവിടെ ഉള്ളത് അടക്കാപ്പഴത്തിൻ്റെ ജ്യൂസ്, ഫ്രൂട്ട് വെള്ളമാണ്, അടക്കാപ്പഴ വെള്ളമാണ്. അത് കുടിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളും നല്ല എന്താ പറയുക, കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഞാനും അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് അടുക്കളയ്ക്ക് ആവശ്യമായ പൊടികളൊക്കെ വാങ്ങി. അപ്പോൾ ഇവള് പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഇവിടുന്ന് കുറച്ച് നട്ട്സുകളൊക്കെ വാങ്ങിത്തരി, അത് വാങ്ങിത്തരി, ഇത് വാങ്ങിത്തരി എന്നൊക്കെ പറഞ്ഞ് എന്നെ ശരിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ ആ ചൂണ്ടിക്കാട്ടുന്ന അതൊക്കെ വാങ്ങി. പംകിൻ്റെ ഇതാണ്, അതായത് മത്തൻകുരുവിൻ്റെ വിത്താണ് കേട്ടോ. അതൊക്കെ നമ്മൾ വാങ്ങി ഓൾക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ സൺഫ്ലവറിൻ്റെ വിത്തും വാങ്ങി, അതും കഴിക്കണം എന്ന് പറഞ്ഞാൽ അതും കഴിച്ച് വാങ്ങി അവന് കഴിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ആ ഒരു സ്പൂൺ വെച്ചിട്ട് കോരിയെടുക്കുക. ആ എടുക്കുന്ന ആ സാധനം നമ്മൾ തൂക്കി വാങ്ങണം എന്നുള്ളതാണ് കണ്ടോ. അതുപോലെ ആ പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അത് തൂക്കിയിട്ട് അത് എത്രയാണോ എങ്കിൽ അത് നമ്മൾ ബില്ലാക്കുക. ഇതൊക്കെയാണ് പ്രത്യേകത. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എല്ലാവരും ഒരിക്കലെങ്കിലും വന്നൊന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുക. നമ്മളെ ഈ ഒരു വനിതകളെ വിജയിപ്പിക്കുക. ഇവർ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന് നല്ലൊരു സംരംഭം കൊണ്ടുവന്നതാണ്. നമ്മൾ നാട്ടുകാരായ എല്ലാവരും, അടുത്തുള്ളവർക്കൊക്കെ അവർ ഡെലിവറി തരുന്നുണ്ട് കേട്ടോ.
ഇത് അവരെ ഇതിലൊരു പത്തായ ഉണ്ട് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് പത്തായാണ്. ആ പത്തായം തുറന്നപ്പോൾ അതിൽ അരി സാധനങ്ങൾ പൊടികളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ കണ്ടമാനം വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് കട തുറന്നിട്ട് 3 ദിവസമായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പർച്ചേസ് അവിടെ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിക്കുന്ന ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും കണ്ടില്ലങ്ങൾ. ഇതാണ് നമ്മൾ പൊടിക്കുന്ന ആ ഒരു മെഷീന്. ഇപ്പോൾ ഇവിടെ പച്ചരി പൊടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. എല്ലാവരും പരമാവധി ഇവരുടെ അടുത്തുനിന്ന് വരിക, സാധനങ്ങളൊക്കെ വാങ്ങിപ്പോവുക. വീണ്ടും പറയുന്നു, വേങ്ങരയിൽ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് ഉണക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഉണക്കാനും ഓല കാര്യങ്ങൾക്കൊക്കെ ഉള്ള സ്ഥലമാണ്. മുറ്റം ഫുള്ള് ഇൻ്റർലോക്കാണ്. അവിടെ വെച്ചിട്ടാണ് വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് സാധനങ്ങളൊക്കെ ഉണക്കിയെടുക്കുന്നത്. പിന്നെ ഇതൊരു വേസാണ് കേട്ടോ. അവർക്ക് കഴുകാനും ഒക്കെ ഉള്ളൊരു വേസാണ്. പിന്നെ അവർ സാധനങ്ങളൊക്കെ പാത്തെക്കുന്ന ഏരിയയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ. ഇത്രയും നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഇവർ ഈ കട കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവരെ നന്നായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. 2 സ്ത്രീകൾക്കും അവരെ ഭർത്താക്കന്മാർ മരിച്ചതാണ്. ഒരാളെ ഹസ്ബൻഡ്, അത് എൻ്റെ അമ്മായിൻ്റെ മോളാണ്. ഓളെ ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് കൊറോണ ബാധിച്ച് മരിച്ചതാണ്. മറ്റേ താത്താൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ എന്തോ അസുഖം വന്നിട്ട് മരിച്ചതാണ്. അവർക്ക് 2 ആൾക്കും പിന്നെ വേറൊരു മാർഗമില്ല. അതുകൊണ്ട് അവരെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വന്ന് ഇവരുടെ അടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുക. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗം ചാരിറ്റിക്കും അവർ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഇവരെ കടയിൽ വന്നിട്ട് സാധനങ്ങൾ എടുത്തിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. നമുക്കവിടെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സാധനം എടുക്കാതെ പോരാൻ തോന്നൂല. അത്രക്കും വൃത്തിയും നല്ലതാണ് കേട്ടോ. അവിടെ കണ്ടാൽ എനിക്കെന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇത് എത്രത്തോളം നിങ്ങളെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ വീഡിയോ കാണുന്ന നല്ലവരായ പ്രേക്ഷകർ, അതായത് നമ്മളെ കുടുംബക്കാരായാലും വേങ്ങരയിലുള്ള ആൾക്കാരായാലും ആരായാലും ഇവരെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡെലിവറി ഉണ്ട് കേട്ടോ. കൊറിയർ സർവീസും ഉണ്ട്. ഇവരെ നമ്പർ ഞാൻ ഏത് നമ്പറാണ് കൊടുക്കേണ്ടത് ചോദിച്ചിട്ട് ഞാൻ നമ്പറും കൂടി ഇതിൽ ഉൾപ്പെടുത്തട്ടോ.